ആ മുസമ്പിലെ പൊന്നാര ചെങ്ങായി തരാം എൻ്റെ പൈസ ഒരു 500 റുപ്യല്ലേ. ഞാൻ പണിക്ക് പോകണം, പണി വെച്ച് വൈകുന്നേരത്തെ കൊടുത്തുതരാം. ആ ആയിക്കോട്ടെ, ഞാൻ തരാം. ഞാൻ വിളിക്കണം, ഞാൻ വൈകുന്നേരത്ത് വിളിക്കാട്ടോ. ഓക്കെ ശരി. അല്ല എന്താ സാധനം നമ്മളെ മൈൻഡ് ആക്കണം കൂടി ഒരു പോക്കാണിത്. ഞാൻ പണി നൽകിയത് നേരെ വൈകിട്ട് പോകണേ. അതിനിങ്ങനെ പന്നിക്ക് വെടികൊണ്ട പോലെ പായണം. പന്നിക്കടി എന്തിനെന്താ വർത്താനം? നല്ല വർത്താനം തന്നെ. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി അറിയിക്കണം. ഞാൻ ഈ സംഭവം എന്താ വെച്ചാൽ അല്ല ഞാൻ വിളിച്ചിരുന്നു. മിസ് കോള് കണ്ട തിരിച്ചു വിളിക്കണ പരിപാടിയൊന്നും നമുക്കില്ല. അതല്ല, പണിന്റെ ഇടയിലേക്ക് വിളിച്ചിരുന്നു. പിന്നെ വിളിക്കണം വിചാരിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം നേരം ഇവിടെ ഇരുന്നാ ഇരിക്കാൻ നേരില്ല, പണിയുണ്ട്, പണിക്കോട്ടെ. ഞാൻ എന്ത് പണിയായിരുന്നു ഇന്ന് ബാലേട്ട വീട്ടിക്ക് ആകെ എന്താ സംഭവം ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിഷയം എന്താ വെച്ചാല് അതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പണി നടക്കൂല. ഇന്ന് പണിക്ക് പോണില്ല. പണിക്ക് പോണെങ്കിൽ എന്റെ പൈസ കൊടുക്കണ്ട. ആ മുസമ്മിൽ വിളിച്ചുകൊണ്ട് നിൽക്കാണ്. ഓനെന്താ പിന്നെ ആ ഫാമിൽ എന്തോ പരിപാടി ഉണ്ട്. അപ്പൊ ഓനൊരു 500 റുപ്യ കടം വാങ്ങിയത്. അതിപ്പോ വിളിച്ചോണ്ടിരിക്കുക. 500 റുപ്യ ഒക്കെ കൊടുക്കാൻ നമുക്ക് ചെയ്യാന്ന് ബേജാറാണ്. ഇന്നിപ്പോ ബാലേട്ടനോട് വിളിച്ചു, ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം. വേണ്ടെന്ന് വരുന്നില്ല. നമുക്ക് തലവേദനയും പനിയാന്ന് പറഞ്ഞാൽ പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ പറഞ്ഞിരുന്നു. ഇന്നലെ പിഞ്ഞാന്ന് എന്റെ പറഞ്ഞ തലവേദന. ഇന്ന് വയറുവേദന പറഞ്ഞു. അത് കാണൂല്ലോ. ശരിയാണ്. വന്ന വീട്ടിൽ പോകും. അല്ല വീട്ടിൽ വന്ന ചിലക്കാണ്ട് വന്നു വീട്ടിൽ ചെങ്ങായി നീക്കണല്ല. ഞാൻ മുസമ്മിൽ നിന്ന് വൈകുന്നേരം പൈസ കൊടുക്കണം. മുസമ്മിലിജ് നീറ്റേ ചിലക്കാണ്ട് നടക്കണം. ഇന്ന് വീട്ടിൽ പോവാ. വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിന്നേ മട്ടനൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ വരണ്ട്. അല്ല ചെപ്പ അടിച്ച് ഞാൻ തിരിക്കും മര്യാദ. ഞാൻ ഫുഡ് ഒന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് കമ്പിക്കൊരാള് എന്താണ് പഠിക്കലെത്തിട്ടാ. അല്ല ഞാൻ പണിക്കേതായാലും പോട്ടോ. ഞാൻ പണി നാളെ ഉണ്ടാവും. അല്ല അതുകൊണ്ടല്ല മറ്റന്നാളുണ്ടാവും. ഒന്നും പഠിക്കണം. ഞാൻ വന്നതിന്റെ ശേഷം ആദ്യത്തെ സാധനം കാണണം. ഇവിടെ വന്ന് ഇരിക്കടാ. പിന്നെ കൊട്ടിക്കൊടുന്ന പെണ്ണുങ്ങളെ മാതിരി ഭക്ഷണം. ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് പോകുന്നു. എന്താടാ ചെങ്ങായി, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇന്ന് സിനിമയ്ക്കൊക്കെ പോയിട്ട്. പിന്നെ ഈ ഞങ്ങൾക്ക് രണ്ടാൾക്കും നാസ്തെടുത്തേക്കടോ. അനക്ക് എന്തപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് ഞാൻ പിന്നെ വരണ്ടേ? വരണ്ട. എന്നെ കൊണ്ട് വല്ലാത്തൊരു മെനക്കെട്ട. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയായിട്ടൊന്ന് പുറത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് വന്ന് ഫുഡും കഴിഞ്ഞ് നമുക്കൊന്ന് സിനിമയ്ക്കും പോവാം. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വീട്ടിൽ അവിടെ എത്തിച്ചേരണം. സിനിമയ്ക്ക് ഒരു കാര്യം, നിങ്ങൾ ഫാമിലി പോയി നമുക്ക് പിന്നെ പോവാം. ഇതിന്റെ ഫാമിലി പെട്ട പോലെയല്ലേ ഞാൻ കരുതുന്നത്. അങ്ങനെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോ ബാലേട്ടൻ തൊട്ട് പണിക്കും പോകണ്ട. ഇപ്പൊ അവിടെ നിന്ന് പോലെ ഇപ്പൊ പൊന്നാരരിച്ച് ഒന്ന് ചിലക്കാണ്ടിരിക്കുവോ? എനിക്ക് ഈ ചിലപ്പ് കൂടുതലാണല്ലോ. ഞാൻ പോയി എന്തേ എന്തിന്റെ കടയാളങ്ങളുടെ കുടുംബത്തിൽ കൂട്ടിക്കൊണ്ടായി ഹരീനെ ഒരു കൊയ്യ അറിയിക്കണം. എപ്പോഴും ഇവിടെ വരുന്നതന്നെയല്ലേ? എവിടെ വരുന്നത്? ഇതിനുള്ളിൽ പറഞ്ഞ ഞാൻ കേട്ടില്ല. എന്ത് പതുക്കെ പറയേണ്ട ആവശ്യം? എനിക്ക് അത്ര ആത്മബന്ധം അനേറ്റുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽ അനേറ്റ് കളിച്ചു വളർന്ന ആളാണ്. സൗകര്യം ഉണ്ടായിട്ട് എന്റെ കൂടെ ഇരിക്കല്ലേ? എന്റെ കൂടെ ഇരിക്കല്ലേ? എന്റെ പൊസിഷൻ നീ എത്ര ഉയരത്തിൽ പോയാലും ഞാൻ നിലത്ത് നോക്കിയിട്ടേ നടക്കുള്ളൂ. എന്റെ സ്റ്റാൻഡേർഡ് വിടാന്നതിന്റെ ശേഷം ഉണ്ടായതല്ലേ? അത് അവിടെ വെച്ചോ കയ്യിൽ. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുക. നാട് മറന്നാലും മൂട് മറക്കാൻ പാടില്ല. അവനാന്റെ നിലയ്ക്കനുസരിച്ച് ജീവിക്കുക. അവനാന്റെ കൂട്ടുകാരന്മാരാണ്, അവരെങ്ങനെ തള്ളി പറയാം. അണക്ക് അന്റെ പോലെ അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഓന്റെ ഞാൻ ഓന് കുറച്ച് പൈസ കൊടുത്തോ ഓന്റെ പ്രശ്നം തീരുമല്ലോ. അപ്പൊ ഓനും എന്റെ പൊക്കത്തെ ചിലക്കണ്ട എന്തോ തരുന്നോളൂ. ഒരാൾക്ക് സിറ്റുവേഷൻ ഞാൻ പോയിട്ട് വന്നാലോ? എന്താണക്ക് ഇതേ പറയാനുള്ളൂ? അല്ല അതല്ല സംഭവം, ഞാനോട് പറയാൻ പറഞ്ഞിട്ട് ഇന്ന് മാമന്റെ വീട്ടിലെ പരിപാടി. ഞാനത് പറ്റ പറഞ്ഞു. മാമന്റെ വീട്ടിലെ പരിപാടിക്ക് ആരെങ്കിലും പോവോടാ? അല്ല അങ്ങനെ അതൊന്ന് പോകണം. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ മുന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഞാൻ പിന്നെ വരണ്ടേ കേട്ടോ?
നമുക്ക് ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനല്ല, എന്താണ് പ്രശ്നം പറയാം, എന്താ എന്ത് എന്ത് വിചാരിക്കുന്നു? പ്രശ്നമൊന്നുമില്ലടാ. ഞാൻ അങ്ങനെ ആരും വീട്ടിലേക്ക് പോകില്ല, അല്ലാതെ ഒരു വീട്ടിലേക്ക് പോകില്ല. ആരുടെ വീട്ടിലേക്ക് പോകണ്ട, എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അതിനെന്താ കുഴപ്പമില്ല. ഇന്നാർക്കും ഇഷ്ടമല്ല, അതാണ് സംഭവം. എന്നെ ആർക്കും ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ലാണ്ട് പറഞ്ഞ ഞാൻ കൂട്ടി കൊടുത്തത് എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പൊതുവെ ആരെ വീട്ടിലേക്ക് കയറിച്ചല്ലോ, എല്ലാവർക്കും എന്തോ നമ്മളെ വേറെ എന്തോ ഒരു കാണുന്ന പോലൊക്കെ. എന്തോന്ന് അറിയില്ല, ഇനിയിപ്പോൾ നമ്മൾ കറുത്തോണ്ടായതുകൊണ്ടാണോ, കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടോ എന്തോ, പിന്നെ കയ്യിൽ കാശും ഇല്ല, നമ്മളീ പണിക്കോട്ട്. അപ്പം ഞാൻ എന്തായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് ആരെ വീട്ടിലും ഇല്ല ചോദിച്ചില്ല. ഈ വിളിച്ചപ്പോൾ തന്നെ അതാ ഞാൻ ഇല്ല പറഞ്ഞു. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണല്ലോ, ഈ ഒന്നും വിചാരിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ എന്താ ചിലപ്പോൾ എൻ്റെ വൈഫിന് ഇഷ്ടമല്ല, അതിപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായി മാറും. പിന്നെ അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നമാകരുത്, നമ്മൾ കാരണം ഒരു അവള് പറയണൊക്കെ കേട്ടില്ലേ? അത് സാരല്ല. അതിപ്പോൾ അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടു, അതിപ്പോൾ വരുന്നല്ല, ഒരുപാട് വേറെ ആൾക്കാരും പലതും പറഞ്ഞു. എടാ, പെണ്ണുങ്ങള് അങ്ങനെ പലതും പറയാം, അവർക്ക് ബോധമില്ലാഞ്ഞിട്ടാണ്. ചില ബോധമുള്ള പെണ്ണുങ്ങളുണ്ട്, എല്ലാ പെണ്ണുങ്ങളെയും കാര്യമല്ല. ഇവിടത്തെ പെണ്ണിന് ബോധമില്ല. അവൾക്ക് 10 ഉറുപ്പ്യ കയ്യിൽ വന്നപ്പോഴേ അവള് ഞാൻ ഭയങ്കര എന്തോ ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ പൊസിഷനിലാണ്, ഒരു തേങ്ങയില്ല, ഒരു പനി പിടിച്ചാൽ തീരുന്ന കൈയുള്ളൂ കയ്യിലായിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, എൻ്റെ വൈഫിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല. ഞാനിപ്പോൾ നമ്മൾ അങ്ങാടിയിലൊക്കെ ചെന്നിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും പരിപാടിക്കാണെങ്കിലും അവർ ചില എന്തൊരു കുത്തി പറഞ്ഞ പോലെ വർത്താനം കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങാടിക്ക് പോകില്ല. നമ്മൾ അങ്ങനെയല്ല, നമ്മളതിനെതിരെ നിൽക്കുക വേണ്ടത്. ആരാ വന്നോടത്ത് നമ്മളെ വേണ്ടാത്തവരെടുത്ത് നമ്മൾ പോകണ്ട, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മളതായ സ്വസ്ഥമായിട്ട് അങ്ങനെ. പിന്നെ അപ്പം എന്നാ ഞാൻ വരണ്ട് കേട്ടാ, കാണാം. ഇതൊന്നും തോന്നണ്ട, ഒന്നും വിചാരിക്കണ്ട. പോയിട്ട് വരട്ടാ, പോയിട്ട് വരാടോ. പോയിട്ട് വരണ്ട, ഈ പോയിക്കോ. ശരി എന്നാ, ഓക്കെ. മോളെ